പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലും വിമർശനങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ ഇപ്പോൾ ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധ കിട്ടാൻ വേണ്ടി ജി സുധാകരൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നുവെന്നും വിമർശനം വരുന്നുണ്ട്. തീർച്ചയായും സമര പരിപാടികൾ കാരണം ബ്രാഞ്ച് സെക്രട്ടറിമാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലേക്ക് ബ്രാഞ്ച് സെക്രട്ടറിമാർ പോകുന്നു എന്നതുൾപ്പെടെയാണ് ഈ സമ്മേളനത്തിലെ ചർച്ചയുടെ ഭാഗമായി പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. CK അഭിലാലുണ്ട്. അഭിലാൽ, അതിനൊപ്പം തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അവ പിടിവിട്ട് പോകുന്നു എന്നടക്കം ചില പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു എന്ന് അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ചർച്ചയുടെ ഉള്ളടക്കം എന്താണ്? ആകത്തുക എങ്ങനെയാണ്? സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചയുടെ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ചർച്ച പൂർത്തിയാകും. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കോഴഞ്ചേരിയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ചർച്ച തുടങ്ങിവെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നത് ജി സുധാകരനെതിരായ വിമർശനമാണ്. ജി സുധാകരനെ നിയന്ത്രിക്കണം. അതിന് കാരണം എന്ന് പറയുന്നത് MLAയും മന്ത്രിയും സ്ഥാനങ്ങൾ വഹിച്ച ശേഷം വിശ്രമ ജീവിതം വഹിക്കുന്ന വേളയിൽ അദ്ദേഹം ശ്രദ്ധ കിട്ടാൻ വേണ്ടി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്ന സ്ഥിതിയാണ് ഉള്ളത്. അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ പാർട്ടി ഇടപെട്ട് ജി സുധാകരന്റെ നാവിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് കോഴഞ്ചേരിയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞത് CPMന്റെ സമരപരിപാടികൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത് ഏറ്റവും താഴേക്കടയിലെ ഘടകം എന്നുള്ള നിലയിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് പരിധിയിൽ കഴിഞ്ഞ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു. അതിനാൽ തന്നെ ചിലവേറിയ സമരപരിപാടികൾ അടക്കമുള്ളവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പാർട്ടി പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം എന്ന് പറയുന്നു. ഇന്നലെ രാത്രി അവസാനിച്ച ആദ്യ ദിവസത്തെ ചർച്ചയെ പിന്തുടർന്ന് ഇന്ന് മേഖലയിൽ വന്ന പ്രതിനിധി EP ജയരാജനെതിരെ വീണ്ടും രൂക്ഷമായ ശബ്ദത്തിൽ എന്തോ സാങ്കേതിക പ്രശ്നം. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ബോധ്യപ്പെടുന്നുണ്ട്. അത് ജയരാജനെതിരെയും ഈ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനല്ല, മറിച്ച് ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ എന്ത് ബന്ധം, ആ ബന്ധം എന്തിനു തുടരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചില വിമർശനമായി മുന്നോട്ട് വന്നിരുന്നു. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ നവീൻ ബാബുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിന്ന ഘടകമാണ് പത്തനംതിട്ട ജില്ലാ ഘടകം. ആ സമയത്ത് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടിനെതിരെ കൂടി പോയിരുന്നു. അതും ആ നിലപാട് ശരിയായി എന്നുകൂടി പലരും എന്തായാലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.